നിങ്ങൾക്ക് തെറി വിളിച്ചുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്? നമുക്ക് പറയാമല്ലോ. നമുക്ക് തന്നെ ആണെങ്കിൽ പല കമന്റുകൾ വന്നാലും ഞാൻ അത് ചിരിച്ചുകൊണ്ട് തന്നെ ഒന്നിൽ ലൈക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾസ് ഇടുക എന്ന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ഞാൻ തിരിച്ചും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം പറയുന്നവരും ആ തെറി വിളിക്കുന്നവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ വിമർശിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ നമ്മൾ കീഴ്പ്പെടുത്തണം. പറഞ്ഞ മനസ്സിലായി? അല്ലാതെ തെറി വിളിച്ചിട്ടാണെങ്കിൽ ആർക്കും തെറി വിളിക്കാം, ചീത്ത വിളിക്കാം, അല്ലെങ്കിൽ കുറ്റം പറയാം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ നമ്മളെ കുറ്റം പറയുമ്പോഴും എല്ലാം ഒരു തമാശ രൂപേണ നമുക്ക് ചെയ്യാം. പക്ഷെ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യുന്നത് തമാശയായിട്ട് നമുക്ക് എന്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ കമന്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിള്ളേരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ കമന്റ് വായിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശപ്പെട്ട കമന്റാണ്. മുതിർന്നവർക്ക് വായിക്കാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഫ്രണ്ട്സ്, അതുപോലെ കമൻറ്റുകളൊന്നും നമ്മളങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. വളരെ മോശപ്പെട്ട കമൻറ്റാണ്. കുഞ്ഞുങ്ങളൊന്നും കാണാതിരിക്കുക, കുട്ടികളൊന്നും കാണാതിരിക്കുക. അതിൻ്റെ പേരിലാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഈ സമൂഹത്തിൽ ആരെയും കരിവാരിത്തേക്കാനും ഒന്നുമില്ല. ഇതേപോലുള്ള കപട മുഖമുള്ളവരെ നമ്മളൊന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ. ഇത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇത്രയും അധിക്ഷേപിക്കാനും തെറി വിളിക്കാനും ഒന്നും ഇവർക്കൊരു സ്വാതന്ത്ര്യമില്ല എന്നറിയുക. കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കമന്റ് ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നോക്കിയത് ഇങ്ങനൊരു കാര്യം ഒരു പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകളാകാൻ പ്രായമുള്ള ആളുടെ ഇട്ട ഒരു കമന്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലോ, നമുക്ക് ഞാൻ വിമർശിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കമന്റ് ദയവ് ചെയ്ത് പ്ലീസ് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള കമന്റുകൾ ഒരിക്കലും ആരുടെയും കമന്റ് ബോക്സിൽ പോയിടരുത്. കാരണം ആരെയും നമുക്ക് തെറി വിളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരെ ആണെങ്കിൽ തന്തയ്ക്ക് വിളിക്കാനോ തള്ളയ്ക്ക് വിളിക്കാനോ ഒന്നും നമുക്കൊരു അവകാശമില്ല. കാരണം നമുക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലും പ്രതികരിക്കാം. അത് മാന്യമായ രീതിയിൽ പ്രതികരിക്കണമെന്ന് മാത്രം. പരസ്യമായിട്ട് തെറി വിളിക്കുകയോ, പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? പല ആൾക്കാരും ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റോ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നാട്ടുകാർക്ക് മുന്നിൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് ഉണ്ടാകുന്നത്. കമന്റ് ബോക്സിനകത്ത് ഒരുപാട് കമന്റ്സ് വരുന്നതിൽ നല്ല പോലെ പ്രതികരിക്കുന്ന ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മാന്യമായിട്ട് രീതിയിൽ കുറ്റം പറയുന്നത്, അത് മാന്യമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി വിളിക്കുന്ന കമന്റ് അല്ല. തെറിയും അഭിഷേകം അത് മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ തീർച്ചയായിട്ടും ദയവ് ചെയ്ത് നിങ്ങളൊരു കമന്റ് എങ്കിലും ഇടുക. ഒരു കമന്റ് ഇടുന്നതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. ദയവ് നിങ്ങളൊരു കമന്റ് ഇടുക. കാരണം നമുക്ക് എത്രയോ കമന്റുകൾ വരുന്നു, നല്ല കമന്റുകൾ വരുന്നു. അത് കണ്ടെങ്കിലും ഈ ബാക്കിയുള്ളവർ പഠിക്കട്ടെ. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പല പല തമാശകളും പല ആൾക്കാരെ ട്രോളിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ആരോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല, നമ്മൾ വെറും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴും പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കും. അത് ആരാണേലും, ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പ്രതികരിക്കും.